എന്റെ ചോദ്യം, പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട, കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ കെ സരൺകുമാർ. ഇല്ലേ, ഞാൻ കേസ് വിട്ടു. ഉത്തരം പറ. ഒരു ധൈര്യക്കുറവുമില്ല. അതായത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ, ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. അല്ല സാർ, അല്ല സാർ, പ്രതിയെ അല്ല സാർ, ഇത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും. ഇല്ല സാർ, അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയോ അല്ലാത്ത പുറത്ത് എന്താണ് പുറത്തേക്ക് താങ്കൾക്ക് കിട്ടുന്നത്? അതല്ല 10 ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുമെന്നാണോ? എന്ത് പേടി? 10 ഫോൺ കോൾ വെച്ചിട്ട് അങ്ങ് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ, CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. താങ്കൾ CDR അപേക്ഷ എടുത്തതാണോ അരുണേ? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഇത് പുറത്തുവിട്ടല്ലോ. അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ വികാര പ്രകടനം ഇല്ലല്ലോ. ദൃശ്യമാധ്യമങ്ങൾ അടക്കം രേഖ പുറത്തുവിട്ടപ്പോ നിങ്ങൾക്ക് വിഷമമില്ലല്ലോ. പാർട്ടി ചാനൽ അതല്ലേ? ഏത് ചാനൽ ആയിക്കോട്ടെ, പാർട്ടി ചാനലും നിങ്ങളും സർക്കാരും പോലീസും ചേർത്ത ഗൂഢാലോചന അതാണ്. അല്ലാതെ 10 കോൾ വിളിച്ചല്ല ഗൂഢാലോചന. ഈ 10-20ഓളം കോളുകൾ 2 ദിവസമായി വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് പരാതിയില്ല. കോൺഫറൻസ് കോൾ ഇട്ട് ഈ കേസിലെ 4 പ്രതികളുമായിട്ട് സംസാരിച്ചു എന്നതിൽ നിങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ വിളിച്ചില്ല എന്ന് കേസില്ല. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം കോൺഫറൻസ് കോൾ വിളിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്കൾ പച്ചക്കള്ളം പറയുകയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ധൈര്യമുണ്ടോ കോൺഫറൻസ് കോളിന്റെ? രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും ശരിയല്ലല്ലോ. ഞാൻ എന്ത് മര്യാദകേടാ കാണിച്ചത്? ഒരു മാധ്യമ ഞാൻ പറയാം മര്യാദയോട്. ഒരു മാധ്യമ പ്രവർത്തകയെ സൈബർ കാളികൂളി സംഘത്തിന്, ഹൂളിഗൻ സംഘത്തിന് വേട്ടക്കിട്ട് കൊടുത്തു ശ്രീ കെ സരൺകുമാർ. മര്യാദകേടാണ്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. എന്തോ ഒന്നും മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. ഇപ്പോഴെനിക്ക് സമാധാനായി.